മതിയായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഈദിൻ്റെ അവധിയാണ്. അതുകൊണ്ട് ആ ഒരാഴ്ചത്തെ സമയം നാട്ടിൽ വരുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്ലാൻ ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ കടന്നു വന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച ഞങ്ങൾ മടങ്ങുകയാണ്. ഇവിടെയുള്ളതായ ഞങ്ങളുടെ മാതൃസഭയിൽ കടന്നു വരുവാനും ഇവിടെയുള്ളതായ ദൈവദാസന്മാരോടും ദൈവമക്കളോടുമൊപ്പം ഒരു ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല സമയം അതേ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നാം എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം അത് വിശ്വസിക്കുന്നവരാണ്, ഹൃദയത്തിൽ നന്ദിയുള്ളവരാണ്. എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്ക് ലഭിക്കുവാനായിട്ടുള്ളതായ നന്മകളെ ഓർത്ത് ചിലരൊക്കെ എങ്കിലും പുസ്തകത്തിൽ വിഷയങ്ങൾ എഴുതി കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല കേട്ടോ, കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലർ ചെയ്യുന്നുണ്ടാകാം. ഇനിയും ലഭിക്കുവാനായിട്ടുള്ളതായ നന്മകൾ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് എഴുതി അതിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുമ്പോൾ ആ വിഷയം നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. എന്നാൽ നമ്മൾ വിശ്വാസ മാർഗത്തിൽ കടന്നു വന്ന അന്ന് മുതൽ ഇന്ന് വരെ അനവധിയായ നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ആരെങ്കിലും എഴുതി അതിന് സ്തോത്രം കൊടുക്കുന്നവരായിട്ടുണ്ടോ? ചുരുക്കമായിരിക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ദൈവം ചെയ്തതായ നന്മകൾ ഓരോന്നും വർണ്ണിക്കുവാനായിട്ട് പോയാൽ നമുക്കതിന് മാത്രമേ സമയം കാണുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടതായ മാതാപിതാക്കളെ ദൈവം നമുക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഭാര്യയെ നമുക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഭർത്താവിനെ നമുക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ മക്കളെ ദൈവം നമുക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ കൊച്ചുമക്കളെ നമുക്ക് തന്നു. ദൈവം നമുക്ക് ഭവനം തന്നു, ജോലി തന്നു, വിദ്യാഭ്യാസം തന്നു, നല്ല സഭ തന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദാസന്മാരെ നമുക്ക് തന്നു. എത്രയോ അനുഗ്രഹമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങിയത്. നമുക്ക് ദൈവത്തിൽ നിന്നും വീണ്ടും വീണ്ടും വാങ്ങണമെന്നുള്ളതായ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വളരെ പ്രതീക്ഷയോടെ സഭാരാധനകളിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ കടന്നു വരുന്നത്, ദൈവത്തിൽ നിന്നും വീണ്ടും വീണ്ടും വാങ്ങുവാനായിട്ട്. അങ്ങനെ വാങ്ങി നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നവരാണ്. എന്നാൽ വാങ്ങുന്നതിനേക്കാൾ അനുഗ്രഹമായ ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാങ്ങുന്നതിനേക്കാൾ അനുഗ്രഹമായ ഒരു കാര്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നതായ വേളയിൽ താൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളതായ പ്രസംഗ വിഷയമെന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. മത്തായി അത് സ്വർഗരാജ്യമെന്നും മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അതിനെ ദൈവരാജ്യമെന്നും പറയുന്നു. കർത്താവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളതായ രണ്ടാമത്തെ പ്രസംഗ വിഷയം ഏത് എന്ന് ചോദിച്ചാൽ അത് പണത്തെക്കുറിച്ചുള്ളതായ വിഷയമായിരുന്നു. ദൈവത്തിന് കൊടുക്കുന്നതായ കാര്യത്തെക്കുറിച്ച്. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുള്ളതായ ഓരോ ഉപദേശങ്ങളും ഓരോ ഉപമകളും രേഖപ്പെടുത്തിയിരിക്കുന്നതായ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളാണ് 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതായ കർത്താവ് പറഞ്ഞിട്ടുള്ളതായ ഒരു പ്രസ്താവന മറ്റൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ
മറ്റൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ യേശു കർത്താവ് പറഞ്ഞതായ ഒരൊറ്റ പ്രസ്താവന. അത് ലൂക്കോസാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യമാണത്. ഇറ്റ് ഈസ് മോർ ബ്ലെസ്സഡ് ടു ഗീവ് ദാൻ ടു റിസീവ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹം. ഒന്നുകൂടി പറയട്ടെ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹം. നമുക്ക് വാങ്ങി പരിചയമാണുള്ളത്. വാങ്ങി നമ്മൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് അത് അനുഗ്രഹം തന്നെയാണ്. വാങ്ങുന്നത് അനുഗ്രഹം തന്നെയാണ്. ദൈവം തന്നതല്ലാതെ മറ്റൊരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ദൈവം തന്നതായ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കർത്താവ് പറയുന്നു കൊടുക്കുന്നതാണ് അനുഗ്രഹം, ഏറെ അനുഗ്രഹമെന്ന് പറയുന്നത്. പണത്തെ സംബന്ധിച്ചിട്ടുള്ളതായ കാര്യമാണ് പറയുന്നതെങ്കിലും അത് പണത്തിൽ മാത്രം നമുക്ക് അത് ലിമിറ്റ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയില്ല. ഒരിക്കൽ ചില പരീശന്മാർ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് യേശുവേ, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. അല്ലാതെ ഒരു കുടുക്ക് ചോദ്യമാണ് ചോദിച്ചത്. കാരണം അന്നത്തെ റോമൻ ഗവൺമെൻറ് ഭരിക്കുന്നതായ ഒരു രാജാവാണ്, ചക്രവർത്തിയാണ് കൈസർ. ഈ യേശു ആയിരിക്കുന്നതായ ആ പലസ്തീൻ നാട് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലാണ്, അതായത് കൈസറിൻ്റെ അധീനതയിലാണ് ആയിരിക്കുന്നത്. അന്നേരമാണ് ഈ പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, അത് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളൊരു നാണയം കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു. അവർ ഒരു നാണയം കൊണ്ടുവന്നു. ആ നാണയത്തിലുള്ളതായ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിക്കുവാനിടയായി. അവർ പറഞ്ഞു, അത് കൈസറിൻ്റേതാണ്. കൈസർ ചക്രവർത്തിയായിട്ട് ഭരിക്കുന്നതായ ആ സമയത്ത് റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ളതായ റോമൻ സ്ഥലം മാത്രമല്ല, അതിന് ചുറ്റുപാടുമുള്ളതായ ആ അധീന പ്രദേശങ്ങളിലൊക്കെ സർവാധികാരങ്ങളുമുള്ളതായ ഒരു വ്യക്തിയാണ് കൈസർ. ഈ കൈസറിന്റെ സ്വരൂപം ഈ നാണയത്തിൽ പതിച്ചിട്ടുണ്ട്. കൈസറിന്റെ പേര് മേലെഴുത്തായിട്ട് വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നു, ഈ സ്വരൂപവും ഈ മേലെഴുത്തും കൈസറിൻ്റെതാകയാൽ കൈസറിനുള്ളത് കൈസറിന് കൊടുക്കുക. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. കാരണം കൈസറിന് അത് അവകാശപ്പെട്ടതാണ്. കാരണം കൈസറിന്റെ സ്വരൂപം അതിലുണ്ട്, കൈസറിന്റെ മേലെഴുത്ത് അതിലുണ്ട്. അതുകൊണ്ട് കൈസറിന് കൊടുക്കേണ്ടതായ കരം കൊടുക്കുക. നമ്മളും അത് ചെയ്യാറുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആ അധികാര പരിധിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നവരാകൊണ്ട് നമ്മൾ കരം കൊടുക്കുന്നു. ഇന്നലെ ഞാനും പോയി പേരുക്കടയിൽ പോയി ഒരു ഏജൻസി പോയി കൊടുക്കുവാനുള്ളതായ കരം ഞാൻ അടച്ചേച്ചാ വന്നിരിക്കുന്നത്. നമ്മൾ അത് ചെയ്യുന്നുണ്ട്. ഈ കൈസറിനുള്ളത് കൈസറിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ നിർത്തുകയല്ല ചെയ്തത്. അവർ ചോദിക്കാത്തതായ ഒരു ചോദ്യത്തിനുള്ളതായ മറുപടിയും കൂടി കർത്താവ് നൽകുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. കൈസറിന് കൊടുക്കുവാനായിട്ടുള്ളതായ കാര്യം വന്നപ്പോൾ ഒരു നാണയം കർത്താവ് കാണിച്ചു. അതിലെ സ്വരൂപവും മേലെഴുത്തും കർത്താവ് കാണിച്ചു. എന്നിട്ട് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പത്രോസൊക്കെ എടുത്തു ചാടി ചോദിക്കുന്നവനാണല്ലോ. കർത്താവേ, ദൈവത്തിനുള്ളതായ ആ സ്വരൂപം, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ മേലെഴുത്ത് എവിടെയാണ്? അതിനെപ്പറ്റി കർത്താവ് പറയുന്നില്ല. കൈസറിന്റെ സ്വരൂപത്തെ പറ്റിയും മേലെഴുത്തിനെ പറ്റിയുമാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുവാനായിട്ടുള്ളതായ കാര്യം വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തെ പറ്റിയും ദൈവത്തിൻ്റെ മേലെഴുത്തിനെ പറ്റിയും കർത്താവ് പറഞ്ഞില്ല. ആ ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നിന്നും നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ,
ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ മേലെഴുത്തും എവിടെയാണ്? കർത്താവ് പറയും, ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ മേലെഴുത്തും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതറിയണമെങ്കിൽ മനുഷ്യ സൃഷ്ടിയിലേക്ക് പോകണം. അവിടെ ഒരു കോൺഫറൻസ് നടക്കുകയാണ് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് 3 തവണ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. നാം, നമ്മുടെ, 3 തവണ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായ ബഹുവചനമാണ്. അപ്പോൾ അവിടെ ആരൊക്കെ കാണും? മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ, മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ളതായ കാര്യമാണ്. ഒരു കൂടിയാലോചന നടക്കുകയാണ്. ആ കൂടിയാലോചനയിൽ പിതാവാം ദൈവമുണ്ട്, പുത്രനാം യേശു കർത്താവുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. അവർ 3 പേരും കൂടി ആലോചിക്കുന്നു, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അതിൻ്റെ അടുത്ത വാക്യം, അനന്തരം ദൈവം അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടെ ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അവൻ്റെ, ഇൻ ഹിസ് ഓൺ ഇമേജ്, അവൻ്റെ സാദൃശ്യത്തിൽ. അപ്പോൾ ആരാണ് അവനെന്ന് പറയുന്നതായ വ്യക്തി? നാം നമ്മുടെ എന്ന് പറഞ്ഞൊരു കൂടിയാലോചന നടത്തിയ ശേഷം പറയുകയാണ്, അവൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ മറ്റാരുമല്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനാണ് സാക്ഷാൽ യേശു ക്രിസ്തു, നമ്മുടെ വീണ്ടെടുപ്പുകാരനാം കർത്താവ്. അവനാണ് ദൈവ ആത്മാവാകുന്നു. ദൈവത്തെ ആർക്കും കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല. തിരുവചനം അതാണ് പറയുന്നത്, ദൈവത്തെ ആർക്കും കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല, കാരണം ദൈവം ആത്മാവാകുന്നു. എന്നാൽ ദൈവത്തെ ഒരു ദേഹരൂപമായി കാണണമെങ്കിൽ ഒരു വ്യക്തിയെ നോക്കിയാൽ മതി, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഫിലിപ്പോസ് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന്, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണണം, അത് മതി. വളരെ സങ്കടത്തോടെ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നു, ഫിലിപ്പോസേ, ഞാൻ ഇത്രയും നാൾ നിന്നോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ കാണണമോ? എന്നെ നോക്കിയാൽ മതി. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപം ഉള്ളതായ മനുഷ്യരാണ് നാം ഓരോരുത്തരും. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ സ്വരൂപം നഷ്ടപ്പെട്ടു. എന്നാൽ പുത്രനാം യേശു കർത്താവ് ചിന്തിയതായ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു എന്ന കാരണത്താൽ നമുക്കെല്ലാവർക്കും ആ സ്വരൂപം മടക്കി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. റോമർക്കെതിരെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ പുത്രനാം യേശു കർത്താവിൻ്റെ സ്വരൂപത്തോട് ഏകീഭവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും വഹിക്കുന്നതായ ഒരു സ്വരൂപമുണ്ട്. അതാ ഏത് സ്വരൂപമാണ്? യേശു കർത്താവിൻ്റെ സ്വരൂപമാണ്. നമ്മുടെ മേലെഴുത്ത് എന്താണ്? നമ്മുടെ മേലെഴുത്തെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മുടെ മേൽ 2 ഉടമസ്ഥാവകാശമുണ്ട്. അറിയാമോ? ഒന്നാമത്തെ ഉടമസ്ഥാവകാശം 100-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു, ദൈവം നമ്മെ ഉണ്ടാക്കി, നാം അവൻ്റെ ജനം, അവൻ നമ്മുടെ ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ളതായ ഒന്നാമത്തെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ദൈവം നമ്മെ ഉണ്ടാക്കി എന്നുള്ളതായ കാരണത്താൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വകയാണ്. രണ്ടാമത്തെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ദൈവം തൻ്റെ പുത്രനായ യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി. നമ്മളൊരു സാധനം കടയിൽ നിന്നും വാങ്ങുമ്പോൾ അതിൻ്റെ അവകാശം ആർക്കാണുള്ളത്? നമുക്കാണുള്ളത്.
അങ്ങനെ യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതായ കാരണത്താൽ നാം ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാണ്. അങ്ങനെ രണ്ട് ഉടമസ്ഥാവകാശം ദൈവത്തിന് നമ്മുടെ മേലുണ്ട്. ചുമ്മാതല്ല ദൈവം നമ്മോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. കാരണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വകയാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും നമുക്ക് ആളുണ്ട്. നമ്മെ അങ്ങ് നശിപ്പിച്ച് കളയുവാൻ തക്കോണം ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. കാരണം നമ്മുടെ ഉടമസ്ഥൻ സ്വർഗത്തിലുണ്ട്. നമ്മുടെ മേൽ രണ്ട് ഉടമസ്ഥാവകാശമാണ് അവനുള്ളത്. ഇന്ന് ദൈവം ഈ ഭൂമിയിലില്ല, പുത്രൻ ഈ ഭൂമിയിലില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വരൂപവും ക്രിസ്തുവിൻ്റെ മേലെഴുത്തും വഹിക്കുന്നതായ ഓരോ നാണയങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മെ നോക്കിക്കൊണ്ടാണ് അന്ന് കർത്താവ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്വരൂപമുള്ളതായ മേലെഴുത്തുള്ളതായ നമ്മെ നോക്കിക്കൊണ്ടാണ് കർത്താവ് അന്ന് പറഞ്ഞത്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പീനെന്ന്. ഇന്നിവിടെ ഇരിക്കുന്നതായ എല്ലാ ദൈവമക്കളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നമ്മൾ ദൈവത്തിൻ്റെ വകയാകയാൽ, ക്രിസ്തുവിൻ്റെ സ്വരൂപം നമ്മിൽ ഉള്ളതിനാൽ, ക്രിസ്തുവിൻ്റെ മേലെഴുത്ത് നമ്മുടെ മേലുള്ളതിനാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. എന്നും വാങ്ങുവാനായിട്ട് ദൈവസന്നിധിയിൽ വരരുത്. അങ്ങോട്ട് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. നമ്മൾ എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? തിരുവചനം പറയുന്നത്, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ നാവിൽ നിന്നും സ്തുതി സ്തോത്രങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന് ശക്തി കൊടുക്കുവീൻ. ശക്തി കൊടുക്കുന്ന ദൈവത്തിന് ശക്തിയില്ല എന്നല്ല. നമ്മൾ ശക്തി കൊടുക്കുമ്പോൾ ദൈവത്തിന് ശക്തി കൂടുക എന്നല്ല അർത്ഥമാകുന്നത്. ദൈവം ശക്തിമാനാണ്. അവനെ കുറിച്ച് പറയുന്നത്, he is an omnipotent. അവൻ സർവശക്തിയുള്ളവനാണ്. അവന്റെ ആ സർവശക്തിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, അവന്റെ ശക്തിയാലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ നാം അംഗീകരിക്കുമ്പോൾ, നാം അറിയാതെ ദൈവത്തിന് നാം ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് ശക്തി കൊടുക്കുക. അത് മാത്രമല്ല, നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുക. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 96-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുപ്പീൻ. അപ്പോൾ തക്കതല്ലാത്തതായ മഹത്വങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. അതിൽ തക്ക മഹത്വം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടുന്നതായ മഹത്വം കൊടുപ്പീൻ, അല്ലെങ്കിൽ പൂർണ്ണതയുള്ളതായ മഹത്വം കൊടുപ്പീൻ. ദൈവത്തിന് നമ്മൾ സാധാരണ കൊടുക്കുന്നതായ മഹത്വങ്ങൾ ഉണ്ട്. പക്ഷെ അതൊന്നും തക്ക മഹത്വമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതായ, ദൈവത്തിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുള്ളതായ ഏറ്റവും വലിയ അനുഗ്രഹം ഏതോ എന്ന് ചോദിച്ചാൽ, നമുക്കൊരു വീട് കിട്ടിയതല്ല, നമുക്കൊരു ജോലി ലഭിച്ചതല്ല, നമുക്ക് ലഭിച്ചതായ യാതൊരു ഭൗതിക നന്മയുമല്ല. ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞതായ ചേറ്റിൽ നിന്നും ദൈവം നമ്മെ കരകയറ്റി ഉറപ്പുള്ളതായ ഒരു പാറമേൽ നിർത്തി നമ്മുടെ നാവിന്മേൽ ഒരു പുതിയ പാട്ട് തന്നതാണ്. ഹല്ലേലൂയ! എത്ര പേർക്ക് ദൈവം ചെയ്തതായ ആ നന്മയെ ഓർത്ത് തക്ക മഹത്വം കൊടുക്കുവാൻ തക്കോണം കഴിയും. ദൈവത്തിന് കൊടുക്കേണ്ടുന്നതായ മഹത്വം, ഇവിടെ ഇരിക്കുന്നതായ സകലരും ഒരുപോലെ ആമേൻ പറയുന്നതായ ഒരു മഹത്വമാണത്. നമ്മൾ സാധാരണ പറയുന്നതായ മഹത്വം എന്ന് പറയുന്നത്, ഇന്ന് അനേകം പേർ മരണം വഴിയായിട്ട് ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി എന്നെ നിർത്തി, അതിനായി ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അതിന് ആമേൻ പറയത്തില്ല. കാരണം പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസം മരിച്ചതായ പലരും അവിടെ കണ്ടേക്കാം.
അവരാരും അതിന് ആമേൻ പറയുകയില്ല. പിന്നെ നമ്മൾ പറയുന്നതായ മഹത്വം എന്ന് പറയുന്നത്, ദൈവമേ ഞാൻ രോഗിയായിരുന്നു, കർത്താവ് എന്നെ അതേ സൗഖ്യമാക്കി എന്ന് നമ്മളെല്ലാവരും മഹത്വം കൊടുക്കേണ്ടിവരാണ്. പക്ഷെ അതിനും എല്ലാവരും ആമേൻ പറഞ്ഞു എന്ന് വരികയില്ല. കാരണം ദിവസങ്ങളോളം നടുവേദനയായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി പലരുമുണ്ട്. അവർ ചിലപ്പോൾ അതിന് ആമേൻ പറഞ്ഞു എന്ന് വരികയില്ല. ദൈവം ഒരു വീട് തന്നു, അതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ആമേൻ പറയുകയില്ല. കാരണം വീടില്ലാതെ കഷ്ടപ്പെട്ട് ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുകയും അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്നതായ അതേ കൂരയിൽ ജീവിക്കുന്നതായ പ്രിയപ്പെട്ടവരുണ്ട്. അതിന് അവർക്ക് ആമേൻ പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ആമേൻ എൻ്റെ മകന് ഉന്നത വിജയം തന്നു എന്നാരെങ്കിലും സാക്ഷ്യം പറഞ്ഞാൽ എല്ലാവരും അതിന് ആമേൻ പറഞ്ഞു എന്ന് വരികയില്ല. കാരണം കഷ്ടിച്ച് ജയിച്ചതായ പലരുടെയും മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർ അതിന് ആമേൻ പറഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്നതായ സകല മനുഷ്യരും ഒരുപോലെ ആമേൻ പറയുന്നതായ ഒരു കാര്യം, ആമേൻ നാശകരമായ കുഴിയിൽ നിന്നും കുറഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം എന്നെ കരകയറ്റി എന്ന് ഇവിടെ ഇരിക്കുന്നതായ ആരെങ്കിലും ഒരാൾ സാക്ഷ്യം പറഞ്ഞാൽ സകലരും ഒരുപോലെ അതിന് ആമേൻ എന്ന് പറയും. 5 മിനിറ്റ് സമയം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇന്ന് വാങ്ങുവാൻ വേണ്ടിയല്ല, കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടുകൂടി നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ദൈവത്തിന് കൊടുക്കേണ്ടുന്നതായ മഹത്വം, തക്ക മഹത്വം നമുക്ക് ദൈവത്തിന് കൊടുക്കാം. സഹോദരന്മാർ ആദ്യം പാടിയതായ മനോഹരമായൊരു പാട്ട്, യാഹേ നീ എൻ ദൈവം എന്നുള്ളതായ ഒരു മനോഹരമായ പാട്ട്. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നാം ഇന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. കർത്താവ് പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹം. നമുക്ക് കൊടുക്കാം. സകല മാനവും മഹത്വവും പുകഴ്ചയും നമുക്ക് കർത്താവിന് അർപ്പിക്കാമല്ലോ. യാഹേ നീ എൻ ദൈവം എന്നുള്ളതായ പാട്ട്. Praise God. Thank you, Jesus. ആഴിയെന്നോർത്തില്ല, ആഴമതറിഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമതറിഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ, ഭീകര വീരപുന്മാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ, ഭീകര വീരപുന്മാൻകളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ